റിവ്യൂവേഴ്സിന് ബാന്ദ്ര ടീം കൊടുത്തത് 8ന്റെ പണി. അശ്വന്ത് കോക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കോടതിയുടെ നടപടി ഇങ്ങനെയൊക്കെയാണ്. ദിലീപ് അരുൺ ഗോപി ചിത്രം ബാന്ദ്രക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നെഗറ്റീവ് നിരൂപണം നടത്തിയ വ്ളോഗർമാർ കുരുക്കിലാണിപ്പോൾ. 7 വ്ളോഗർമാർക്കെതിരെ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വ്ളോഗർമാർക്കെതിരെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടത്. പൂന്ത്ര പോലീസിനോടാണ് പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാന്ദ്ര സിനിമയുടെ നിർമ്മാണ കമ്പനിയായിരുന്നു അശ്വന്ത് കോക്ക് അടക്കമുള്ള 7 വ്ളോഗർമാർക്കെതിരെ കോടതിയെ സമീപിച്ചത്. 2023 നവംബർ 10-നാണ് ബാന്ദ്ര തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. രാവിലെ 10:30 സിനിമ റിലീസ് ചെയ്ത് അരമണിക്കൂർ ആകുന്നതിന് മുമ്പ് വ്ളോഗർമാർ നെഗറ്റീവ് പരാമർശങ്ങളുമായി എത്തുകയായിരുന്നുവെന്നാണ് പരാതി. സിനിമാ വ്യവസായത്തെ തകർക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികൾ പ്രവർത്തിച്ചതെന്നും സിനിമാ നിർമ്മാതാവായ വിനായക ഫിലിംസ് ആരോപിക്കുന്നു. ഇതിനു പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. അശ്വന്ത് കോക്ക്, ഷിഹാബ്, ഉണ്ണി ബ്ലോഗ്സ്, ഷാസ് മുഹമ്മദ്, അർജുൻ, ഷിജാസ് ടോക്സ്, സായി കൃഷ്ണ എന്നീ 7 യൂട്യൂബർമാർക്കെതിരെയാണ് അന്വേഷണം. ചിത്രം റിലീസ് ചെയ്ത് 3 ദിവസം കൊണ്ട് തന്നെ കമ്പനിക്ക് നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ റിവ്യൂ നടത്തി. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ സിനിമയെക്കുറിച്ച് വ്യാജ പ്രചാരണമാണ് ഇവർ നടത്തിയതെന്നും ഇവർക്കെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് പിന്നാലെ തന്നെ റിവ്യൂ ബോംബിംഗ് ആണ് ചില യൂട്യൂബർമാർ നടത്തുന്നതെന്നും വലിയ നഷ്ടമാണ് ഇത് തങ്ങൾക്ക് ഉണ്ടാക്കുന്നതെന്നുമാണ് സിനിമാ പ്രവർത്തകർ ആരോപിക്കുന്നത്. ഹർജി പരിഗണിച്ച കോടതി റിവ്യൂ ബോംബിംഗ് എന്ന പരാമർശം നടത്തിയതും ശ്രദ്ധേയമായിരുന്നു. നടൻ ദിലീപും റിവ്യൂവർമാർക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കഷ്ടപ്പാടൊക്കെ സഹിച്ചു ഒരു സിനിമ ഒരാൾ കൊണ്ടുവരുമ്പോൾ ഇത്ര വൃത്തികെട്ട സിനിമ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ തുടങ്ങുകയാണ്. പറയുന്നവൻ ചെലവാക്കുന്നത് 100 രൂപയാണ്, ഇയാൾ ചെലവാക്കുന്നത് 1 കോടി രൂപയും. എൻ്റെ ടേസ്റ്റിന്റെ പുറത്ത് ഒരാളോട് കാണരുതെന്ന് പറഞ്ഞാൽ മോശമാണെന്ന് പറഞ്ഞൊരു സിനിമ കാണാൻ പോകുമ്പോൾ കളിയാക്കുമോ എന്ന് പേടിച്ച് ചിലർ വലിയും. സിനിമ വരുന്നതിന് മുമ്പേ റിവ്യൂ ഉണ്ട്, എല്ലാവരും തിരക്കുള്ളവരാണ് ഇപ്പോൾ. അപ്പോൾ ഏതാണ് നല്ല റിവ്യൂ ഉള്ള പടം എന്നാണ് പലരും നോക്കുന്നത് എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്.